ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 6ാം ക്ലാസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയിലെ മസായിലുൽ ഫിഖ്ഹിലെ ഹാഫ് ഇയർലി എക്സാമിൻ്റെ മോഡൽ ചോദ്യ പേപ്പറുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് വരുന്നത് 6ാമത്തെ പാഠഭാഗം വരെയാണ്. സക്കാത്തുൽ ബദനി വരെയാണ് എക്സാമിന് ഈ സെപ്റ്റംബർ അവസാനം വരെ എടുക്കുന്ന പാഠഭാഗം. അപ്പോൾ അതുവരെയുള്ള പാഠഭാഗങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇത് കുറച്ച് പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തിയ ചോദ്യ പേപ്പറാണ്. നമുക്ക് ബാക്കി പാഠം റിവിഷനായിട്ടും പറയാം. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ചേരുംപടി ചേർക്കാനാണ് ഇവിടെ ആദ്യം വന്നത്. മദ്ഹബ്. എന്താണ് മദ്ഹബ്? മതപരമായ കാര്യങ്ങളിലുള്ള മുജ്തഹിദുകളുടെ തീർപ്പുകളാണ് മദ്ഹബുകൾ. മതപരമായ കാര്യങ്ങളിലുള്ള മുജ്തഹിദുകളുടെ തീർപ്പുകളാണ് മദ്ഹബുകൾ. അപ്പോൾ നമുക്ക് മദ്ഹബ് 4-ൽ മദ്ഹബ് തക്ലീദ് ചെയ്യൽ നിർബന്ധമാണ്. അപ്പം മദ്ഹബിന് നമുക്ക് തക്ലീദ് ചെയ്യാന്നുള്ളതിലേക്ക് അവിടെയൊക്കെ എഴുതി കൊടുക്കാം. അപ്പോൾ ഒന്ന് അതിടുക. അടുത്തതാ 20 മിസ്കാൽ. 20 മിസ്കാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 85 ഗ്രാമാണ്. സക്കാത്ത്, സ്വർണത്തിൻ്റെ സക്കാത്ത് നിസാബ്, അതിൻ്റെ അളവ് 85 ഗ്രാമാണ്. 20 മിസ്കാൽ 85 ഗ്രാം തൂക്കമാണ്. 200 ദിർഹം വെള്ളി 595 ഗ്രാം തൂക്കവുമാണ്. അപ്പോൾ വെള്ളിയുടെ നിസാബ് 595 ഗ്രാം, സ്വർണത്തിൻ്റെത് 85 ഗ്രാമും, 20 മിസ്കാലും മറ്റത് 200 ദിർഹവും. അപ്പോൾ അതൊക്കെ അതുപോലെ മാച്ച് ചെയ്യാൻ വരാൻ മനസ്സിലാക്കി പഠിക്കാം. അടുത്ത അതിൻ്റെ 2 നമുക്ക് അതിൻ്റെ നേരേക്ക് എഴുതാം. അടുത്തത് ഇജ്തിഹാദ്. ഇജ്തിഹാദ് എന്താണ്? മുജ്തഹിദ്. മുജ്തഹിദിലേക്കാണ് നമുക്ക് ഇജ്തിഹാദ് 3. എന്താണ് ഇജ്തിഹാദ്? ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്ന് മുജ്തഹിദുകളായ പണ്ഡിതന്മാർ മതവിധി കണ്ടെത്തുന്നതിനാണ് ഇജ്തിഹാദ് എന്ന് പറയുന്നത്. ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്ന് മുജ്തഹിദുകളായ പണ്ഡിതന്മാർ മതവിധി കണ്ടെത്തുന്നതിനാണ് ഇജ്തിഹാദ് എന്ന് പറയുന്നത്. അടുത്തത് മയ്യിത്ത് നിസ്കാരം. മയ്യിത്ത് നിസ്കാരത്തിന് 4 തക്ബീറുകളാണുള്ളത്. അപ്പോൾ 4ാമത്തതിലേക്ക് നമുക്കത് 4 തക്ബീറുകൾ എഴുതാം. അടുത്തതാ അക്സിറു ദിക്ര ഹാദിമിൽ ലദാത്തിൽ മൗത്ത്. അക്സിറു ദിക്ര ഹാദിമിൽ ലദാത്തിൽ മൗത്ത്. നിങ്ങൾ മരണത്തെ ഓർക്കുന്നത് വർദ്ധിപ്പിക്കുക. എല്ലാ അനുഭൂതികളും അവസാനിപ്പിക്കുന്ന മരണത്തെ സ്മരിക്കൽ നിങ്ങൾ വർദ്ധിപ്പിക്കുക. മനസ്സിലാക്കുക. അപ്പോൾ അതൊക്കെ മാച്ച് ചെയ്യാൻ വന്നത്. ഇനി എന്താണ്? പൂരിപ്പിക്കാനാണ്. ലാ തജ്തമിഉ ഉമ്മത്തി അല ളലാലത്തി. നമ്മളെ 2ാമത്തെ പാഠഭാഗത്തിൻ്റെ ഹെഡിങ് തന്നെ അതാണ്. എന്താണ്? എൻ്റെ സമുദായം വഴികേടിൽ ഏകോപിക്കുകയില്ല. എൻ്റെ സമുദായം വഴികേടിൽ ഏകോപിക്കുകയില്ല. അല ളലാലത്തി. അതാണ് ഇവിടെ എഴുതേണ്ടത്. അടുത്തതാ എല്ലാ അനുഭൂതികളും അവസാനിപ്പിക്കുന്ന എന്താണ്? മരണത്തെ സ്മരിക്കൽ നിങ്ങൾ വർദ്ധിപ്പിക്കൂ. എല്ലാ അനുഭൂതികളെയും അവസാനിപ്പിക്കുന്ന മരണത്തെ സ്മരിക്കൽ നിങ്ങൾ വർദ്ധിപ്പിക്കൂ. അടുത്തതാ സക്കാത്ത് നിർബന്ധമാവുന്ന കുറഞ്ഞ പരിധിയാണ്. സക്കാത്ത് നിർബന്ധമാവുന്ന കുറഞ്ഞ പരിധിയാണ് നിസാബ്. സക്കാത്ത് നിർബന്ധമാവുന്ന കുറഞ്ഞ പരിധിയാണ് നിസാബ്. നിസാബ് എത്തിയാൽ നമ്മൾ സക്കാത്ത് നൽകണം. അപ്പോൾ അത് മനസ്സിലാക്കുക. സ്വർണത്തിന് 20 മിസ്കാലും വെള്ളി 200 ദിർഹവും 1 വർഷം കൈവശം വെച്ചാൽ അതിൻ്റെ 2.5% സക്കാത്ത് കൊടുക്കണം. എന്നാൽ ഹലാലായ ആഭരണത്തിന് സക്കാത്തില്ല. മനസ്സിലാക്കുക. അടുത്തത് അല്ലാഹുമ്മ സബ്ബിത്ഹു. എന്തേതാ? അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ. തസ്ബീത്ത് മയ്യിത്തിന് ചൊല്ലിക്കൊടുക്കുന്ന തസ്ബീത്താണ്. അപ്പോൾ അതിൽ ഒരു ലൈനാണ് ഇവിടെ വന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കിയൊക്കെ നന്നായി മനസ്സിലാക്കി പഠിക്കുക. ഇതുപോലെ വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വരും. അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അഹ്ലിംഹുൽ ജവാബ്, അല്ലാഹുമ്മ ജാഫിൽ ഖബ്റൻ ജംബിഹി,
അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു, അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലി ഫസൽ. അപ്പോൾ അതൊക്കെ വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വരാം, അത് മനസ്സിലാക്കി പഠിക്കുക. അതുപോലെ തൽക്കീനുണ്ട്, നിങ്ങൾക്ക് തജ്വീദിൻ്റെ അവസാനത്തിലുണ്ടാവും, അത് ഇതുപോലെ പഠിക്കാം. നമുക്ക് ഖുർആൻ ഹിഫ്ള് എക്സാമിനൊക്കെ ചോദ്യം വരാം. തസ്ബീത്തും തൽക്കീനും മയ്യിത്തിൻ്റെ ദുആയും, 3-ാം തക്ബീറിന് ശേഷം ചൊല്ലുന്ന ദുആ, 4-ാം തക്ബീറിന് ശേഷം ചൊല്ലുന്ന ദുആ, അതൊക്കെ ഉണ്ട്. അതൊക്കെ നന്നായി മനസ്സിലാക്കി പഠിക്കുക. ഇനി എന്താണ്? ദിക്റുകൾ എഴുതാനാണ്. ഖബറിൽ വെക്കുമ്പോൾ, മയ്യിത്ത് ഖബറിൽ വെക്കുമ്പോൾ എന്താണ് ചൊല്ലേണ്ടത്? ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് ചൊല്ലി മയ്യിത്തിനെ ഖബറിൽ ഇറക്കി വെക്കും. അപ്പോൾ അതാണ് ഇവിടെ എഴുതേണ്ടത്. ഇനി മൂടുകല്ല് വെക്കുമ്പോൾ എന്താണ് ചൊല്ലേണ്ടത്? മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്റ എന്ന് ചൊല്ലി 3 തവണ മണ്ണ് വാരിയിടണം. അപ്പം മൂടുകല്ല് വെച്ചതിന് ശേഷം ഈ ദിക്റ് ചൊല്ലി 3 തവണ മണ്ണ് വാരിയിടണം. അതാണ് മനസ്സിലാക്കേണ്ടത്. അടുത്തത് മയ്യിത്ത് നിസ്കാരത്തിൽ 4-ാം തക്ബീറിന് ശേഷം ചൊല്ലേണ്ട ദിക്റ് എഴുതാനാണ്. അല്ലാഹുമ്മ ലാ തഹ്രിംനാ അജ്റഹു വലാ തഫ്തിന്നാ ബഅദഹു വഗ്ഫിർ ലനാ വലഹു എന്ന് ചൊല്ലണം. അപ്പോൾ അത് മയ്യിത്ത് നിസ്കാരത്തിൻ്റെ 4-ാം തക്ബീറിന് ശേഷം ചൊല്ലുന്നതാണ്. ഇനി ഉത്തരം എഴുതാനാണ്. സക്കാത്ത് നിർബന്ധമുള്ള ഇനങ്ങൾ ഏതൊക്കെയാണ്? സ്വർണം, വെള്ളി, ഭക്ഷ്യധാന്യം, ഈത്തപ്പഴം, മുന്തിരി, ആട്, മാട്, ഒട്ടകം. ഇങ്ങനെ 8 വസ്തുക്കൾക്കാണ് സക്കാത്ത് നിർബന്ധമുള്ളത്. മനസ്സിലാക്കുക. അവ നിസാബെത്തിയാൽ സക്കാത്ത് നൽകണം. സക്കാത്ത് നിർബന്ധമുള്ള ഇനങ്ങൾ 8, അവയെ 8 എണ്ണം എഴുതുക. അടുത്തത് കച്ചവടത്തിൻ്റെ നിസാബ് എത്ര? കച്ചവടത്തിൻ്റെ നിസാബ്, വെള്ളിയുടെ നിസാബ് തന്നെയാണ് കച്ചവടത്തിൻ്റെ നിസാബ്. വെള്ളി 200 ദിർഹം, 595 ഗ്രാം തൂക്കം എത്തിയാൽ സക്കാത്ത് നൽകണം. അപ്പോൾ കച്ചവടത്തിൻ്റെ നിസാബ് വെള്ളിയുടെ നിസാബ് തന്നെയാണ്. വർഷം തികയുമ്പോൾ 595 ഗ്രാം വെള്ളിയുടെ വിലയോ അതിൽ കൂടുതലുള്ള കച്ചവട സാധനങ്ങളുടെ വിലയുടെ 2.5% സക്കാത്ത് കൊടുക്കണം. മനസ്സിലാക്കി പഠിക്കുക. അടുത്തെന്താണ്? സക്കാത്തിൻ്റെ അവകാശികൾ. സക്കാത്തിൻ്റെ അവകാശികൾ ആരൊക്കെയാണ്? സക്കാത്തിൻ്റെ അവകാശികൾ മിസ്കീന്, കടമുള്ളവന്, യാത്രക്കാരൻ, പൊതുവിശ്വാസി, മോചനപത്രം എഴുതിയ അടിമ, യോദ്ധാവ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ കീഴിലുള്ള സക്കാത്തിൻ്റെ ഉദ്യോഗസ്ഥർ എന്നിവരാണ് അവകാശികൾ. ഇവർ 8 പേരുണ്ട്. അപ്പോൾ അത് നിങ്ങളെ 5-ാമത്തെ പാഠത്ത് പറയുന്നുണ്ട്. അപ്പോൾ അത് നന്നായി മനസ്സിലാക്കുക. സക്കാത്തിൻ്റെ അവകാശികൾ ആരൊക്കെയാണെന്നുള്ളത് നന്നായി മനസ്സിലാക്കി പഠിക്കുക. ഇനി ആർക്കാണ് 2 ഖീറാത്ത് പ്രതിഫലം ലഭിക്കുക? ആർക്കാണ്? മയ്യിത്തിനെ അനുഗമിക്കുകയും നിസ്കരിക്കാനും മറവ് ചെയ്യാനും കൂടെ ഉണ്ടാവുകയും ചെയ്യാൽ 2 ഖീറാത്ത് പ്രതിഫലം ലഭിക്കും. മയ്യിത്തിനെ അനുഗമിക്കുകയും നിസ്കരിക്കാനും മറവ് ചെയ്യാനും കൂടെ ഉണ്ടാവുകയും ചെയ്താൽ 2 ഖീറാത്ത് പ്രതിഫലം ലഭിക്കും. 1 ഖീറാത്ത് എന്ന് പറഞ്ഞാൽ ഉഹുദ് മലയോളം പ്രതിഫലമാണ്. 2 ഉഹുദ് മലയോളം പ്രതിഫലം ലഭിക്കും 2 ഖീറാത്ത് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് മനസ്സിലാക്കുക. 2 ഖീറാത്ത്, 2 ഉഹുദ് മലയോളം. 1 ഖീറാത്ത് എന്ന് പറഞ്ഞാൽ 1 ഉഹുദ് മലയോളം. അപ്പോൾ അത് മനസ്സിലാക്കി പഠിക്കുക. അടുത്തെന്താണ്? മരിച്ച ഉടനെ ചെയ്യേണ്ട കാര്യങ്ങൾ. ഒരാൾ മരിച്ചാൽ ഉടനെ നമ്മൾ ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ്. ഒരാൾ മരണപ്പെട്ടാൽ ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് ചൊല്ലി കണ്ണുകൾ അടച്ചു കൊടുക്കുക. മയ്യിത്തിൻ്റെ 2 കണ്ണുകളും അടച്ചു കൊടുക്കുക. ഒരു ശീലക്കഷ്ണം കൊണ്ട് താടിയുടെ താഴ്ഭാഗത്തു കൂടി മൂർധാവിലേക്ക് കെട്ടിവെക്കുക. ധരിച്ച വസ്ത്രങ്ങൾ മാറ്റി നേരിയ തുണി കൊണ്ട് മയ്യിത്തിനെ പുതപ്പിക്കുക. അവയവങ്ങൾ മടക്കി നിവർത്തി മയപ്പെടുത്തുക. ഈ കാര്യങ്ങളാണ് ഒരാൾ മരിച്ച ഉടനെ ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ, ചെയ്യേണ്ട കാര്യങ്ങൾ. മനസ്സിലാക്കുക. ഇനി ഇവിടെ അർത്ഥം എഴുതാനാണ് വന്നത്. അർത്ഥം എഴുതാനാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വന്നത്, അപ്പോൾ അതൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആയതുകൊണ്ടാണ് ഇങ്ങനൊക്കെ തയ്യാറാക്കിയത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക. ഇത് 5-ാമത്തെ പാഠഭാഗത്തിൽ നെക്ര എന്ന് പറഞ്ഞിട്ട് വന്ന ഭാഗത്തുള്ളതാണ്. ഇബ്നു സബീൽ എന്ന് പറഞ്ഞ യാത്രക്കാരൻ. മിസ്കീന്
മിസ്കീൻ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവന്. റക്കബ, റക്കബ എന്ന് പറഞ്ഞാൽ അടിമ, അതായത് മോചനപത്രം എഴുതിയ അടിമ റക്കബ. പിന്നെ മുഅല്ലഫ്, മുഅല്ലഫ് എന്ന് പറഞ്ഞാൽ പുതുവിശ്വാസി, ഇസ്ലാമിലേക്ക് പുതുതായിട്ട് വന്നവർക്കാണ് പുതുവിശ്വാസി എന്ന് പറയുന്നത് മുഅല്ലഫ്. പിന്നെ ആര്യം, ആര്യം, ആര്യം എന്ന് പറഞ്ഞാൽ കടമുള്ളവൻ, കടമുള്ളവൻ. ഫക്കീർ, ഫക്കീർ എന്ന് പറഞ്ഞാൽ ദരിദ്രൻ. സക്കാത്തിൻ്റെ അവകാശികളാണ്, സക്കാത്തിൻ്റെ അവകാശികളാണ് ഈ പറഞ്ഞത്. അപ്പോൾ നന്നായി മനസ്സിലാക്കുക. ഇനി നക്തുബുൽ ഫിക്ര, ഖണ്ഡിക എഴുതണം. മയ്യിത്ത് നിസ്കാരത്തെ കുറിച്ചിട്ടാണ് ഖണ്ഡിക എഴുതേണ്ടത്. അപ്പോൾ നിങ്ങൾ 4ാമത്തെ പാഠത്തിൽ പറയുന്നുണ്ട് എന്താണ്, മയ്യിത്ത് നിസ്കാരത്തിന് 4 തക്ബീറുകളാണുള്ളത്. മയ്യിത്ത് നിസ്കാരത്തിന് 4 തക്ബീറുകളാണുള്ളത്. 1-ാം തക്ബീറിന് ശേഷം ഫാത്തിഹയും 2-ാം തക്ബീറിന് ശേഷം ഇബ്രാഹിമിയ സ്വലാത്തും ചൊല്ലണം. 3-ാം തക്ബീറിന് ശേഷം ദുആ പറയുന്നുണ്ട്, അത് എഴുതാം. എന്നിട്ട് 4-ാം തക്ബീറിന് ശേഷവും അവിടെ ഒരു ദുആ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മുഴുവനായിട്ട് എഴുതാൻ നമുക്ക് ഇവിടെ വിശദീകരിച്ച് എഴുതാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് ചുരുക്കി എഴുതാം. 3-ാം തക്ബീറിന് ശേഷം ദുആ ചൊല്ലുക. 4-ാം തക്ബീറിന് ശേഷം അല്ലാഹുമ്മ ലാ തഹരിംന അജ്റഹു വലാ തഫ്തിന്ന ബഅദഹു വഗ്ഫിർ ലനാ വലഹു എന്ന ദുആ ചൊല്ലണം. എന്നിട്ട് സലാം വീട്ടണം. ഇതാണ് മയ്യിത്ത് നിസ്കാരത്തിൻ്റെ രൂപം. അപ്പോൾ അത് മനസ്സിലാക്കിയതാ. ഇതുപോലെ മയ്യിത്ത് മറവ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് എഴുതാൻ വന്നാൽ എന്ത് എഴുതാം നമുക്ക്? ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് ചൊല്ലി മയ്യിത്തിനെ ഖബറിലേക്ക് ഇറക്കി വെച്ചു. മുഖവും നെഞ്ചും കിബിലയിലേക്ക് തിരിച്ച് വലതുവശത്തിൻ്റെ മേൽ ചെരിച്ച് കിടത്തണം. കവിൾത്തടം മറ നീക്കി മണ്ണിലേക്ക് ചേർത്ത് വെച്ച് ശേഷം മൂടുകല്ല് വെക്കുക. മിൻഹാ ഹലക്കിനാക്കും വഫീഹാ നൊഴീദക്കും വമിൻഹാ നൊഹരിജുക്കും താറത്തൻ നൊഹുറ എന്ന് ചൊല്ലി 3 തവണ മണ്ണ് വാരിയിടുക. മയ്യിത്തിന് തൽക്കീൻ ചൊല്ലിക്കൊടുക്കുക. ശേഷം തസ്മീത്ത് ചൊല്ലുക. അപ്പം അത്രയും എഴുതാം മയ്യിത്ത് മറവ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട്. അപ്പോൾ അതൊക്കെ പാഠഭാഗത്തിൽ മനസ്സിലാക്കി പഠിക്കുക. പിന്നെ തൽക്കീനും തസ്ബീത്തും 3-ാം തക്ബീറിന് ശേഷമുള്ള ദുആവും 4-ാം തക്ബീറിന് ശേഷമുള്ള ദുആവും എല്ലാം നന്നായി പഠിക്കുക. നമുക്ക് വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വരും. അള്ളാഹുവെ മയ്യിത്തിന് നീ പുറത്തു കൊടുക്കണമേ, അതിൻ്റെ അറബി എന്താണ് അല്ലാഹുമ്മ ഗഫിർ ലഹു എന്നാണ്. അപ്പോൾ അതൊക്കെ എഴുതാൻ വരും. അപ്പോൾ ആ പാഠത്തുനിന്ന് അതൊക്കെ മനസ്സിലാക്കി പഠിക്കണം. പിന്നെ മയ്യിത്തിൻ്റെ അരികിൽ വെച്ച് സൂറത്ത് യാസീൻ ഓതുക. അതുപോലെ മരണത്തെ ആരും കൊതിക്കരുത്, മരണത്തെ കൊതിക്കാൻ പാടില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുമ്മ ഹീനി മാ കാനത്തിൽ ഹയാത്ത് ഹൈറല്ലി വതവഫനി ഇദാ കാനത്തിൽ വഫാത്തു ഹൈറല്ലി എന്ന് പ്രാർത്ഥിക്കണം. പിന്നെന്താണ്? രോഗം അല്ലാഹു തആല നൽകുന്നതാണ്, ക്ഷമിച്ചാൽ അളവറ്റ പ്രതിഫലമാണ്. മരണാസന്നയായ രോഗിയെ കിബിലയിലേക്ക് തിരിച്ചു കിടത്തണം. അപ്പോൾ എത്രയാണ് 5-ാമത്തെ പാഠഭാഗത്തു നിന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ള മോഡൽ ചോദ്യങ്ങൾ. അപ്പോൾ 1-ാമത്തെ പാഠത്തുനിന്ന് എന്താണ് ഇജ്തിഹാദ്, എന്താണ് കിയാസ്, എന്താണ് തിരുസുന്നത്ത്, അതൊക്കെ നന്നായി മനസ്സിലാക്കി പഠിക്കുക. ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ, നിങ്ങൾക്ക് അറിവില്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിക്കൂ. മുജ്തഹിദുകളുടെ യോഗ്യതകൾ പറയുന്നുണ്ട് പാഠഭാഗത്തിൽ, അത് നന്നായി മനസ്സിലാക്കുക. ഖുർആനിലും തഫ്സീറിലും നിദാന ശാസ്ത്രത്തിലും ആഴത്തിലുള്ള അറിവുണ്ടായിരിക്കണം. ഹദീസിലും ഹദീസ് നിദാന ശാസ്ത്രത്തിലും ആഴത്തിലുള്ള അറിവുണ്ടായിരിക്കണം. കിയാസിലും അതിൻ്റെ ഇനങ്ങളിലും ആഴത്തിലുള്ള അറിവുണ്ടായിരിക്കണം. ഭാഷയിലും ഭാഷാ വിജ്ഞാനങ്ങളിലും നൈപുണ്യം ഉണ്ടാകണം. സഹാബികളുടെയും പിൽക്കാല പണ്ഡിതന്മാരുടെയും അഭിപ്രായങ്ങളിലുള്ള അറിവുകൾ ഉണ്ടാവണം. ഹദീസ് നിവേദകരുടെ ശക്തി, ബലഹീനത എന്നിവയെ കുറിച്ചുള്ള അറിവ്, ഇതൊക്കെ മുജ്തഹിദുകൾക്ക് ഉണ്ടാവേണ്ട യോഗ്യതകളാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. അപ്പോൾ അതൊക്കെ എഴുതാൻ വന്നാൽ നമുക്ക് എഴുതാൻ കഴിയണം. ത്തിലും താബികളിലും
ഈ യോഗ്യതകളെല്ലാം മേളിച്ച ധാരാളം പണ്ഡിതന്മാരുണ്ടായിരുന്നു. 4 ഖലീഫമാര്: അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, സെയ്ദ് സാബിത്ത് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹിബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു, അബൂ മൂസ അസ്അരി റളിയല്ലാഹു അൻഹു, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു തുടങ്ങിയവർ സഹാബികളിലെ പ്രമുഖ മുജ്തഹിദുകളാണ്. അപ്പോൾ സഹാബികളിലെ പ്രമുഖ മുജ്തഹിദുകൾ എന്ന് പറഞ്ഞിട്ട് മാച്ച് ചെയ്യാൻ ഇതിൽ നിന്ന് ഏതെങ്കിലും പേരുകൾ വരാം. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. എന്താണ് തക്ലീദ്? 4 മദ്ഹബ് തക്ലീദ് ചെയ്യൽ നിർബന്ധമാണ്. മദ്ഹബ് നിഷ്കർഷിച്ച ഷർത്തുകളും ഫർളുകളും പാലിച്ചുകൊണ്ട് കർമ്മം ചെയ്യലാണ് തക്ലീദ്. ഹിജ്റ 3-ാം നൂറ്റാണ്ടിന് ശേഷമുള്ളവരെല്ലാം 4 മദ്ഹബ് തക്ലീദ് ചെയ്ത് ജീവിച്ചവരാണ്. 4 മദ്ഹബ് സ്വീകരിക്കാത്തവർ പിഴച്ചവരും പിഴപ്പിക്കുന്നവരുമാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. 4 മദ്ഹബ് സ്വീകരിക്കാത്തവർ പിഴച്ചവരും പിഴപ്പിക്കുന്നവരുമാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, എൻ്റെ സമുദായം വഴികേടിൽ ഏകോപിക്കുകയില്ല. ഇബ്നു മസ്ഊദ് പറയുന്നുണ്ട്, എന്താ പറയുന്നത്? മുസ്ലിങ്ങൾ നന്മയായി കാണുന്നത് അല്ലാഹു തആലയുടെ പക്കൽ നന്മയാണ്. മുസ്ലിങ്ങൾ മോശമായി കാണുന്നത് അല്ലാഹു തആലയുടെ അടുക്കൽ മോശമായിരിക്കും. മദ്ഹബിലെ വൈവിധ്യം ജനങ്ങൾക്ക് അനുഗ്രഹമാണ്. ഇമാം ശുയൂത്തി റളിയല്ലാഹു അൻഹു പറയുന്നു, ഈ സമുദായത്തിൽ വിവിധ മദ്ഹബുകൾ ഉണ്ടായെന്നത് ഒരു വലിയ അനുഗ്രഹമാണ്, ഒരു വലിയ അനുഗ്രഹവും ശ്രേഷ്ഠതയുമാണ്. അതിൻ്റെ പിന്നിലെ രഹസ്യം വിവരമുള്ളവർക്ക് മനസ്സിലാക്കാനും വിഡ്ഢികൾക്ക് മനസ്സിലാക്കാനാവില്ല. നാം ഷാഫി മദ്ഹബ് പിൻപറ്റി ജീവിക്കുന്നു. മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അവരെ ശിഷ്യന്മാരുടെയും ഇജ്തിഹാദുകളുടെ ക്രോഡീകൃത രൂപമാണ് ഷാഫി മദ്ഹബ്. ഇമാം അസ്സാലി റളിയല്ലാഹു അൻഹു, ഇമാം റഫീഇ റളിയല്ലാഹു അൻഹു, അൽ ഇമാം റാഫി റളിയല്ലാഹു അൻഹു, അൽ ഇമാം നബവി റളിയല്ലാഹു അൻഹു, അൽ ഇമാം ഇബ്നു ഹജറിൽ ഹൈതമി റളിയല്ലാഹു അൻഹു, അശൈഖ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു എന്നിവർ ഷാഫി മദ്ഹബിലെ പ്രഗൽഭ പണ്ഡിതരിൽ ചിലരാണ്. അപ്പോൾ ചോദ്യം വരും, ഷാഫി മദ്ഹബിലെ പ്രഗൽഭ പണ്ഡിതരിൽ നിന്ന് 2 ആളുടെ പേര് എഴുതുക എന്നൊക്കെ വന്നാൽ നമുക്ക് എഴുതാൻ കഴിയണം. അല്ലെങ്കിൽ ഇതിലൊരാളെ പേരും ഷാഫി മദ്ഹബിലെ പ്രഗൽഭ പണ്ഡിതർ മാച്ച് ചെയ്യാൻ വന്നാൽ നമുക്ക് അടയാളപ്പെടുത്താൻ കഴിയണം. മനസ്സിലാക്കുക. മിൻഹാജു തോലിബീൻ, ഷർഹു മുഹദ്ദബ്, തുഹ്ഫത്തുൽ മുഹ്താജ്, ഫത്ഹു മൊയ്ൻ എന്നിവ ഷാഫി മദ്ഹബിലെ പ്രബല ഗ്രന്ഥങ്ങളിൽ ചിലതാണ്. അപ്പം അത്രയും കാര്യങ്ങൾ 2ാമത്തെ പാഠത്തിൽ നിന്ന് മനസ്സിലാക്കുക. 3ാമത്തെ പാഠം കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. അപ്പം അതിൽ ഒരു രോഗിയെ സന്ദർശിക്കുന്നത്, ജനാസയെ അനുഗമിക്കുന്നത്, പാവപ്പെട്ടവന് ഭക്ഷണം നൽകുന്നത്, നോമ്പനുഷ്ഠിച്ചവർ, ഈ കാര്യങ്ങളൊക്കെ മേളിച്ചവർ പ്രവേശിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. ആ പാഠത്തിൽ രോഗിയായാൽ നാം എന്തൊക്കെ ചെയ്തു കൊടുക്കണം, ഒരാൾ മരണപ്പെട്ടാൽ എന്തൊക്കെ ചെയ്തു കൊടുക്കണം, ജനാസ സംസ്കരണ കർമ്മങ്ങൾ, അതൊക്കെ 4ാമത്തെ പാഠത്തിൽ പറയുന്നുണ്ട്. മയ്യിത്ത് നിസ്കാരം, മയ്യിത്തിനെ ഖബറിൽ വെക്കുന്നത്, അതൊക്കെ നന്നായി മനസ്സിലാക്കുക. അടുത്ത 5ാമത്തെ പാഠത്തിൽ സക്കാത്താണ്. സക്കാത്ത് പറയുന്നുണ്ട്. അപ്പോൾ സക്കാത്തിൻ്റെ ഇനങ്ങൾ പറയുന്നത്, സക്കാത്തിൻ്റെ അവകാശികൾ, സക്കാത്തിൻ്റെ നിസാബ്, അതൊക്കെ പറയുന്നുണ്ട്. സ്വർണം, വെള്ളി എന്നിവയുടെ സ്ഥാനത്താണ് കറൻസി, പൈസയുടെ നിസാബ്. അപ്പം അത് മനസ്സിലാക്കുക. വാക്കീമുസ്സലാത്ത വാത്തു സക്കാത്ത, നിങ്ങൾ നിസ്കാരം നിലനിർത്തുക, സക്കാത്ത് കൊടുക്കുക, ഒക്കെ പറയുന്നത് മനസ്സിലാക്കുക. 6ാമത്തെ പാഠം ശരീരത്തിൻ്റെ സക്കാത്ത്, അതാണ് സക്കാത്തുൽ ബദന്. എപ്പോഴാണ് ഫിത്ർ സക്കാത്ത് നിർബന്ധമാവുക? ഷവ്വാൽ മാസപ്പിറവി കാണുന്നതോടെ ഫിത്ർ സക്കാത്ത് നിർബന്ധമാകും. എത്രയാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്? ഒരാൾക്ക് വേണ്ടി ഒരു സ്വാദ് നൽകണം. ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരു സ്വാദ് നൽകണം. ഒരു സ്വാദ് എന്ന് പറഞ്ഞാൽ അത് 4 മുദ്ദാണ്.
ഒരു സോ എന്ന് പറഞ്ഞാൽ 4 മുദ്ദാണ്. ഒരു മുദ്ദ് എന്ന് പറഞ്ഞാൽ 800 മില്ലി ആണ്. ഒരു സോ 4 മുദ്ദാണ്. ഒരു മുദ്ദ് എന്ന് പറഞ്ഞാൽ 800 മില്ലി ആണ്. അപ്പോൾ 4 മുദ്ദ് 3200 മില്ലി ആണ്. മനസ്സിലാക്കുക. അപ്പോൾ ഒരു സോ എന്ന് പറഞ്ഞാൽ 3200 മില്ലി ഒക്കെ മനസ്സിലാക്കണം, മാറിപ്പോകരുത്. ഒരു സോ എന്ന് പറഞ്ഞാൽ 4 മുദ്ദാണ്. അതിലൊരു മുദ്ദ് എന്ന് പറഞ്ഞാൽ 800 മില്ലി. അപ്പം 4 മുദ്ദ് എന്ന് പറഞ്ഞാൽ 3200 മില്ലി. മനസ്സിലാക്കുക. ആരാണ് ഫിത്ർ സക്കാത്ത് നൽകേണ്ടത്? പെരുന്നാളിൻ്റെ പകലിലെയും രാവിലെയും ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം എന്നിവക്കുള്ള പണം കഴിച്ച് മിച്ചമുള്ളവൻ തൻ്റെയും ആശ്രിതരുടെയും ഫിത്ർ സക്കാത്ത് നൽകണം. എന്തിനാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നത്? ഫിത്ർ സക്കാത്ത് നോമ്പിലുള്ള തെറ്റുകളെയും അനാവശ്യങ്ങളെയും അത് ശുദ്ധീകരിക്കുന്നു. അത് പാവങ്ങൾക്കുള്ള ഭക്ഷണമാണ്. പാവങ്ങൾക്കുള്ള ഭക്ഷണമാണ് ഏത്? ഫിത്ർ സക്കാത്ത്. ഫിത്ർ സക്കാത്ത് നോമ്പിലുള്ള തെറ്റുകളെയും അനാവശ്യങ്ങളെയും അത് ശുദ്ധീകരിക്കുന്നു. മനസ്സിലാക്കുക. സക്കാത്തുൽ ഫിത്രി, സക്കാത്തുൽ ബദന്. ഫിത്ർ സക്കാത്ത് ശരീരത്തിൻ്റെ സക്കാത്താണ്. അവകാശികളുടെ വീടുകളിൽ എത്തിച്ചു കൊടുക്കണം. അപ്പോൾ ഇത്രയും വരെയാണ് നിങ്ങൾക്ക് ഈ സെപ്റ്റംബർ അവസാനം വരെ സിലബസ് പ്രകാരം എടുക്കേണ്ടത്. അപ്പോൾ എല്ലാവരും നന്നായി മനസ്സിലാക്കി പഠിക്കുക. ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ട സമയം എപ്പോഴാണ്? പെരുന്നാൾ. ഫിത്ർ സക്കാത്ത് പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ് നൽകണം. വീടുകളിൽ എത്തിച്ചു കൊടുക്കുകയും വേണം. നിസ്കാരം കഴിയും വരെ പിന്തിക്കൽ കറാഹത്താണ്. പെരുന്നാളിൻ്റെ പകല് കഴിയൽ ഹറാമുമാണ്. പെരുന്നാളിൻ്റെ പകലിനെ പിന്തിക്കൽ ഹറാമുമാണ്. ഒരു മുദ്ദ് 800 മില്ലി ആണ്. ഒരു സോ എന്ന് പറഞ്ഞാൽ 4 മുദ്ദാണ്. അപ്പോൾ അത് 3200 മില്ലി. ഒരു സോ എന്ന് പറഞ്ഞാൽ 4 മുദ്ദാണ്. 4 മുദ്ദ് എന്ന് പറഞ്ഞാൽ 3200 മില്ലി ആണ്. ഒരു മുദ്ദ് എന്ന് പറഞ്ഞാൽ 800 മില്ലി. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ നന്നായി മനസ്സിലാക്കുക. ഒരു സോ 4 മുദ്ദാണ്. ഒരു മുദ്ദ് എന്ന് പറഞ്ഞാൽ 800 മില്ലി ആണ്. അപ്പം 4 മുദ്ദ് എന്ന് പറഞ്ഞാൽ 3200 മില്ലി ആണ്. അപ്പോൾ അതാണ് ഒരാൾക്ക് ഫിത്ർ സക്കാത്ത് നൽകേണ്ടത്, ഒരാളുടെ പേരിൽ. അപ്പോൾ മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയാണ് റിവിഷനായിട്ട് പറയുന്നത്. എല്ലാവരും മനസ്സിലാക്കുക, ഉപകാരപ്പെടുത്തുക, കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്നത്തെ വോയിസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ചോദ്യപേപ്പറുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.